അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കുറ്റച്ചാർജ്, പ്രാഥമികമായ ഒരു കുറ്റച്ചാർജ് കൊടുക്കണമെങ്കിൽ ഏകദേശം അന്വേഷണം പൂർത്തിയാക്കണ്ടേ. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവിടെ ഇരുന്ന് മോട്ടിച്ചവന്മാർ ആരായാലും ശരി, അവരെ ബുക്ക് ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. രാഷ്ട്രീയ സമ്മർദ്ദം എന്തായാലും ഉണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളവരാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കാരുണ്യം കൊണ്ടൊക്കെ IPS കിട്ടിയവരൊക്കെ ഉണ്ട്. എല്ലാവരും പ്രതിയാക്കിയേ പറ്റുള്ളൂ. അതിനൊരു നോളജ് മുൻ മന്ത്രിമാർക്ക്, ദേവസ്വം മന്ത്രിമാർക്കുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ കഴിയില്ല. ഡിവിഷൻ ബെഞ്ച് വളരെ സൈലൻ്റായിട്ട് അത് ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവിടെ പ്രതികരിക്കാത്തത്. ഇതുവരെയുള്ള അന്വേഷണം മികവറ്റല്ല. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് തുടങ്ങി വളരെ എലാബറേറ്റായിട്ട് ഇത്രയും ബൃഹത്തായ ഏരിയ കൂടെ സഞ്ചരിച്ച് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്യില്ല. പത്മകുമാറിനൊന്നും അല്ലെങ്കിൽ വാസുവിനൊന്നും തൊടൂല എന്നല്ലേ എല്ലാവരും വിചാരിച്ചിരുന്നത്. SITക്ക് അതിനകത്ത് ഒരു ഹെൽപ്പും ഭരണകക്ഷിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുമെന്ന ആശങ്ക പ്രതിപക്ഷം ഉയർത്തിയത് അത് കേസിൻ്റെ താളം തെറ്റിക്കുമോ? SIT അന്വേഷണം വീണ്ടും മന്ദഗതിയിലാകുമോ? SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ഇക്കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ജോർജ് ജോസഫ് സാർ, നമ്മൾ കടകംപള്ളി സുരേന്ദ്രനുമായും പ്രശാന്തുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. കടകംപള്ളിയെയും പ്രശാന്തിനെയും 2 തവണ ചോദ്യം ചെയ്തതാണ്. അവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന രീതിയിൽ നമ്മളും വീഡിയോ ചെയ്തു. പക്ഷേ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ശരിക്കും ഇവരൊക്കെ സേഫായോ, അതോ ഇപ്പോഴും കുരുക്കിൽ തന്നെയാണോ? അവരൊന്നും സേഫായിട്ടില്ല. കാരണം അതിലേക്ക് വരും, സമയമെടുക്കും. കാരണം ഈ ധൃതി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരു പ്രാഥമിക കുറ്റച്ചാർജ് പോലും അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഈ അവരുടെ അന്വേഷണത്തിലുള്ള അവരുടെ ഉപേക്ഷക്കുറവൊന്നുമല്ല. അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കുറ്റച്ചാർജ്, പ്രാഥമികമായ ഒരു കുറ്റച്ചാർജ് കൊടുക്കണമെങ്കിൽ ഏകദേശം അന്വേഷണം പൂർത്തിയാക്കണ്ടേ. കാരണം അതിനകത്ത് മെയിനായിട്ടുള്ള സംഗതി അവിടുന്ന് കൊണ്ടുപോയ സ്വർണം, ആ സ്വർണം എത്രയാണെന്ന് അവർ തീരുമാനിക്കണം. അവിടുന്ന് കൊണ്ടുപോയ ധാരവാല ശില്പം അല്ലെങ്കിൽ കട്ടിലപ്പടിയിലൊക്കെ ഒറിജിനലായിട്ടുള്ള ആ ചെമ്പ് പാളികൾ ആണോ തിരിച്ചു കൊണ്ടുവന്നത്, തിരിച്ചു വെച്ച് അതിൻ്റെ പുറത്താണോ പിന്നീട് പ്രശാന്തിനെ പോലെയുള്ളവരൊക്കെ സ്വർണം പൂശിയതെന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവർ ISROയുടെ VSSCയുടെ ആ റിപ്പോർട്ട് ഒന്നുകൂടെ ലഭിക്കാനുണ്ട്. അത് കഴിഞ്ഞെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയ ഒരു സ്റ്റാൻഡ് SITക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആ സമയത്ത് അവരെ എടുക്കും. അതിന് കിടന്ന് ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവരെയൊക്കെ ഉപേക്ഷിച്ചതാണെന്നൊന്നും പറയണ്ട. 4-5 പേരെ, ആ കേസിൻ്റെ സ്വഭാവം അങ്ങനെയാണ് മുന്നോട്ട് വന്നത്. അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല പലരെയും. കാരണം ഇപ്പോഴത്തെ അറസ്റ്റിനകത്ത് ഒരു ചെറിയ സ്ലിപ്പ് വന്നിരിക്കുന്നത് തന്ത്രിയുടെയാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതുപോലെ ചുമ്മാ ചാടിക്കറി ആരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം കേസിൻ്റെ ആ അന്വേഷണത്തിൻ്റെ മികവെന്ന് പറയുന്നത് അതിനുള്ള എവിഡൻസുകൾ കിട്ടുന്നതനുസരിച്ച് പ്രതികളെ അവരെ അറസ്റ്റ് ചെയ്താൽ മതി. ഇനിയും 4-5 പേരെ അറസ്റ്റ് ചെയ്യാനുള്ളതിന് അതിനുള്ള എവിഡൻസും ഇൻവെസ്റ്റിഗേഷനും കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ ധാർമ്മികമായിട്ട് അവർക്ക് കടപ്പാടുള്ളൂ. അന്നേരം മാത്രമേ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ. നേരത്തെ കയറി രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നേരത്തെ കയറി അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. ഈ ശബരിമല കേസിൽ SIT അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഇടപെടുന്നു എന്ന ആരോപണം ശക്തമാണ്. പ്രതിപക്ഷം അതാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉന്നയിക്കുന്നതും. അറസ്റ്റ് വൈകിക്കൽ മാത്രമല്ല, അന്വേഷണത്തിൻ്റെ ദിശ മാറിയതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതോടെ അന്വേഷണം തണുത്തു എന്ന ആരോപണം പ്രത്യക്ഷത്തിൽ ഉയരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ദേവസ്വം ബോർഡ് ഭരിച്ച കാലത്തെ ഇടപാടുകളും അന്വേഷിക്കുന്നത് SIT സമ്മർദ്ദത്തിലായതിൻ്റെ ലക്ഷണമാണോ? അങ്ങനെ വേണോ വിലയിരുത്താൻ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവിടെ ഇരുന്ന് മോട്ടിച്ചവന്മാർ ആരായാലും ശരി, അവരെ ബുക്ക് ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. അതിനല്ലേ ഹൈക്കോടതി അവരുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒബ്സർവേഷനിൽ, നിരീക്ഷണത്തിലല്ലേ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊന്നും ചാടി മാറി പോകാനും കോടതിക്കറിയാം ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് വരുന്നതെന്നും. എവിഡൻസുകൾ ഓരോ പ്രാവശ്യം കോടതി ഇവരെ നേരിട്ട് കാണുമ്പം കേസ് ഡയറി ആയിട്ടാണ് അവർ പോകുന്നത്. ആ കേസ് ഡയറി നോക്കുന്ന അവരുടെ ഓറലായിട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ റിപ്പോർട്ടുകളും കേസ് ഡയറിയൊക്കെ പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് കള്ളത്തരമൊന്നും കാണിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് അന്വേഷണം നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഹൈക്കോടതി കേസ് ഡയറി വായിക്കുമ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് കാരണം അന്വേഷണത്തിൻ്റെ ബുദ്ധിമുട്ട്, അന്വേഷണത്തിൻ്റെ ഡിലേ ഉണ്ടാവുമെന്നറിയാം. അത് ചാടിക്കേറി പലരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളവർക്കെതിരായിട്ടുള്ള എവിഡൻസുകൾ കൃത്യമായിട്ട് വന്ന ശേഷം മാത്രം അറസ്റ്റ് ചെയ്താൽ മതി എന്നാണ്. അത് രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ സമ്മർദ്ദം എന്തായാലും ഉണ്ട്.
കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളവരാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കാരുണ്യം കൊണ്ടൊക്കെ IPS കിട്ടിയവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ടീം അംഗങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ കുറേയൊക്കെ കേൾക്കും. പക്ഷേ അനിവാര്യമായ ചില അറസ്റ്റുകൾ ഒഴിവാക്കാൻ കഴിയില്ല SITക്ക്. അതുകൊണ്ട് അത് SIT ചെയ്യും. അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെ നിരീക്ഷണത്തിലല്ല അവർ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം എന്തായാലും ഉണ്ടാവും. അവിടുന്ന് കഴിവുള്ളിടത്തോളം പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഒഴിവാക്കാനൊക്കെ ചിലപ്പം സമ്മർദ്ദം ചെലുത്തിയേക്കും. അത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പം ചെയ്തെന്നും വരാം. പക്ഷേ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് കൈയിട്ട് വാരി ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും പ്രതിയാക്കിയേ പറ്റുള്ളൂ. അതിനകത്ത് അതിനൊരു നോളജ് മുൻ മന്ത്രിമാർക്ക്, ദേവസ്വം മന്ത്രിമാർക്കുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ കഴിയില്ല. അത് SIT കുറ്റചാർജ് ഡിഫക്റ്റീവായിട്ട് മാത്രമേ കോടതി കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും അവർക്കെതിരായിട്ടുള്ള എവിഡൻസുകൾ സമയമാകുമ്പം അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അറസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഈ SIT അന്വേഷണത്തിന് ഉത്തരവിട്ട ഡിവിഷൻ ബെഞ്ചിന് ഈ കേസിൻ്റെ ഗതിയിൽ തൃപ്തിയുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് SITയെ വിമർശിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ തൃപ്തിയാണ്. കേസന്വേഷണത്തിൻ്റെ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്ന ഡിവിഷൻ ബെഞ്ചിന് SITയുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നു. അതാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയാണ്. SITക്ക് അന്വേഷണത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതൊക്കെ ഡിവിഷൻ ബെഞ്ചിന് നന്നായിട്ട് മനസ്സിലാവും. ഡിവിഷൻ ബെഞ്ച് ഇവർ നേരിട്ട് ഓറലായിട്ടല്ല എല്ലാ വിവരങ്ങളും കേൾക്കുന്നത്. അതോടൊപ്പം ആ പറയുന്ന വിവരങ്ങളൊക്കെ കേസ് ഡയറി ഉണ്ടോ എന്നും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അന്വേഷണം മികവുറ്റ രീതിയിൽ പോകുന്നെന്ന് ഡിവിഷൻ ബെഞ്ചിന് മനസ്സിലാവും. പക്ഷേ സിംഗിൾ ബെഞ്ചിൽ ഈ കേസ് ഡയറി ഇതൊന്നും അവരുമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അവിടെ കോടതിയിൽ വാദിഭാഗവും പ്രതിഭാഗവും പറയുന്ന വാദഗതികളും അവർ കൊടുക്കുന്ന ഡോക്യുമെൻറ്റും മാത്രമേ സിംഗിൾ ബെഞ്ചിന് കാണാനൊക്കെ ഉള്ളൂ. അതനുസരിച്ചുള്ള ഒരു ഒബ്സർവേഷനും വെർഡിക്റ്റും ആണ് സിംഗിൾ ബെഞ്ചിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കും സിംഗിൾ ബെഞ്ചിൻ്റെ നിരീക്ഷണം. സിംഗിൾ ബെഞ്ച് ഈ കള്ളന്മാരെ പൂട്ടണം എന്നൊക്കെ സിംഗിൾ ബെഞ്ചിനറിയാം. അവർ ജാമ്യത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് സിംഗിൾ ബെഞ്ചിനറിയാം. അവരെ കസ്റ്റഡി ഇട്ട് തന്നെ അവരെ റിമാൻഡിൽ ഇട്ട് തന്നെ ശിക്ഷിപ്പിക്കുന്നതാണ് കേസിനും സമൂഹത്തിനും ഈ കൊള്ളയ്ക്കും നല്ലത്. ഈ കൊള്ള ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള വിധി വരാനും ഒക്കെ നല്ലതെന്നൊക്കെ സിംഗിൾ ബെഞ്ചിനറിയാം. അതനുസരിച്ചുള്ള പ്രതികരണം അവിടുന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഡിവിഷൻ ബെഞ്ചുമായിട്ട് വ്യത്യസ്തമായിരിക്കും. ഡിവിഷൻ ബെഞ്ച് വളരെ സൈലൻ്റായിട്ട് അത് ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവിടെ പ്രതികരിക്കാത്തത്. ശരിക്കും ഈ പൊതുജനങ്ങൾക്കിടയിൽ SITയുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് തോന്നലുണ്ടോ സാറിന്? മറ്റു പല അന്വേഷണങ്ങളും പോലെ ഇതും പാതി വഴിയിൽ അവസാനിക്കുമോ? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം ഇതുവരെയുള്ള അന്വേഷണം മികവുറ്റതല്ല. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് തുടങ്ങി വളരെ എലാബറേറ്റായിട്ട് ഇത്രയും ബൃഹത്തായ ഏരിയ കൂടെ സഞ്ചരിച്ച് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്യില്ല. പത്മകുമാറിനൊന്നും അല്ലെങ്കിൽ വാസുവിനൊന്നും തൊടൂല എന്നല്ലേ എല്ലാവരും വിചാരിച്ചിരുന്നത്. അവർ പാർട്ടിയുടെയൊക്കെ ഉന്നതമായ രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളവരും പാർട്ടിയുടെ ഉന്നത ശ്രേണിയിൽ വിഹരിക്കുന്നവരുമാണ്. അവരൊക്കെ അറസ്റ്റിലോട്ട് വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വില കുറച്ച് കാണണ്ട SIT അവരെ കൃത്യമായിട്ട് ജോലി ചെയ്യും. അത് ഗവൺമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ അല്ല എന്ന് അവർക്കറിയാം. അത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒബ്സർവേഷനിലാണ് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് അതിനകത്ത് SITക്ക് അംഗങ്ങൾക്ക് ആർക്കെങ്കിലും രാഷ്ട്രീയപരമായി ഏതെങ്കിലും ദുരിതശം ഉണ്ടെങ്കിൽ അത് ചിലവാകാനും പോകുന്നില്ല. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയിൽ തുടങ്ങി പല വഴിയായി അന്വേഷണം നടക്കുകയാണ്. ഇത് SIT പരിഗണിക്കുന്ന കേസുകളുടെ ബാഹുല്യം വർദ്ധിപ്പിക്കുകയും എല്ലാ അന്വേഷണവും എവിടെയെങ്കിലും തട്ടി നിൽക്കുമോ, അങ്ങനെ അവസാനിക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. പ്രതിപക്ഷവും അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുള്ളൊരു സാധ്യതയുണ്ടോ? അതിനൊന്നും സാധ്യതയില്ല. കാരണം SIT കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ തൊണ്ടിയുടെ കാര്യത്തിൽ അവിടെയുള്ള ധാരവാല ശില്പത്തെ അവിടത്തെയുള്ള ചെമ്പ് തളിക, ആ ചെമ്പ് പൂശി, ആ ചെമ്പിൻ്റെ പുറത്താണല്ലോ ഈ സ്വർണം പൂശിയിരുന്നത്. അപ്പോൾ ആ ചെമ്പിൻ്റെ അംശങ്ങൾ അത് 98 അവിടെ സ്വർണം പൂശിയ സമയത്തുള്ള ആ ചെമ്പ് അതിലാണോ പിന്നീട് വന്ന സ്വർണം പൂശലും പിന്നെ സ്വർണം ഉരുക്കി അടിച്ചെടുക്കുക മാറ്റുകയൊക്കെ ചെയ്ത് ആ ഒറിജിനൽ ചെമ്പ് തകിടിലാണോ എന്നുള്ള ഒരു ഉറപ്പ് വന്ന ശേഷം മാത്രമേ SIT ഇനി അടുത്ത അന്വേഷണത്തിലോട്ടും അടുത്ത അറസ്റ്റിലേക്കും പോവുകയുള്ളൂ, കുറ്റചാർജും കൊടുക്കുകയുള്ളൂ. അത് വന്ന ശേഷം SITയുടെ അന്വേഷണം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, അവിടെ കേസിൽ പ്രാഥമിക കുറ്റപത്രം പോലും SIT സമർപ്പിക്കാത്തത് പ്രതികളെ രക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. SITയെ നിയമിച്ചത് ഹൈക്കോടതിയാണെങ്കിലും
ഉദ്യോഗസ്ഥർ കേരള പോലീസിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അത് ഒരു വാസ്തവം തന്നെയല്ലേ? ഇല്ല, അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. SITക്ക് അതിനകത്ത് ഒരു ഹെൽപ്പും ഭരണകക്ഷിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അത് നടക്കില്ല. അത് കാരണം അവരെ കൺട്രോൾ ചെയ്യുന്നതും ഡയറക്ഷൻ കിട്ടുന്നതെല്ലാം ഡിവിഷൻ ബെഞ്ചാണ്. അതിനപ്പുറത്തോട്ട് പോകാൻ SITയിൽ അംഗങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നു നമുക്ക് തോന്നും. സ്ലോ ആയിട്ട് തന്നെ അല്ല. SIT വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ, ചില റിപ്പോർട്ടുകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, ISR, VSSC റിപ്പോർട്ടൊക്കെ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ SITക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രതിപക്ഷവും ശബരിമല കേസ് കാര്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വരുമ്പോൾ അത് LDF ആയാലും UDF ആയാലും അന്വേഷണം തണുക്കും എന്ന് ചില അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്? അതിനൊട്ടും സാധ്യതയില്ല. LDF വന്നാലും ശരി, UDF വന്നാലും ശരി, ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും. അത് അവർ രണ്ടുപേരും അല്ലല്ലോ ഇത് നിയന്ത്രിക്കുന്നത്, ഇത് ഹൈക്കോടതിയല്ലേ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം കൃത്യമായിട്ട് പോകും. ഇപ്പം ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് പലർക്കും താല്പര്യം ഉണ്ടാവും. പക്ഷേ ISRയുടെ ആ ഒരു റിപ്പോർട്ടൂടെ കിട്ടിയ ശേഷം മാത്രമേ അറസ്റ്റിലേക്കും ഉന്നതിലേക്ക് പോവുകയും ഉള്ളൂ. കാരണം ഇതിനകത്ത് പല ദേവസ്വം ബോർഡ് മന്ത്രിമാർ നേരത്തെ ഉള്ളവരൊക്കെ പ്രതിയാണെന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ആ പ്രതിയാകാൻ പോകുന്നവർ ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ്, ഇതിനകത്തുള്ള പ്രതികൾ ഇതുവരെ അകത്ത് കിടക്കുന്നവരും ജാമ്യത്തിൽ പോയവരുള്ള പ്രതികളെ ആ നേരത്തെ ദേവസ്വം ബോർഡ് മന്ത്രിമാരൊക്കെ കണ്ടു, ഇൻട്രാക്ട് ചെയ്ത് ഒന്നിച്ച് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒഫൻസ് ഇല്ല. അവർക്ക് ഏതെങ്കിലും സാമ്പത്തിക നേട്ടം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാനൊക്കുള്ളൂ. അതിലേക്ക് ഇനി ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട്.